ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നതിനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പവിത്രനാമത്തിൽ നിങ്ങൾക്ക് ഇവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് അനേകായിരങ്ങൾ പ്രാർത്ഥിക്കുവാൻ അറിയാതെ, പ്രാർത്ഥനയുടെ ശക്തി എന്തെന്നറിയാതെ ജീവിക്കുന്ന അനേക വ്യക്തിജീവിതമുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥന ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ ജീവിതമാണ്. പ്രാർത്ഥന ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ ജീവിതമാണ്. തിരുവചനം പറയുന്നു, നിങ്ങൾ എന്നോട് അപേക്ഷിക്കും, നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. യിരെമ്യാ പ്രവാചകൻ്റെ 29:12 വാക്യത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നു. ദൈവമക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് പ്രാർത്ഥന. പ്രാർത്ഥന വെറും ആവശ്യങ്ങളുടെ പട്ടിക ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതല്ല. പ്രാർത്ഥന എന്നത് സൃഷ്ടാവായ ദൈവത്തോടുള്ള ഒരു വ്യക്തിപരമായ ബന്ധമാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? അതിനുശേഷം ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അതുകഴിഞ്ഞ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇവയ്ക്ക് ശരിയായ ബോധ്യമുണ്ടാകുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ആഴം മനസ്സിലാകുന്നത്. ഒന്നാമതായിട്ട് നാം ആരോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചിന്തിക്കുക. യേശു പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മത്തായി സുവിശേഷം 6:9 പറയുന്നു, നാം പ്രാർത്ഥിക്കുന്നത് മനുഷ്യരോടല്ല, വിഗ്രഹങ്ങളോടല്ല, ഒരു സൃഷ്ടിയോടുമല്ല, പിന്നെയോ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവായ ദൈവത്തോടാണ്, നമ്മെ സൃഷ്ടിച്ച ദൈവത്തോടാണ്. ദൈവം നമ്മുടെ പിതാവാണെന്ന ബോധ്യം പ്രാർത്ഥനയിൽ വളരെ പ്രധാനമാണ്. ഒരു കുഞ്ഞ് തൻ്റെ പിതാവിനോട് ആവശ്യപ്പെടുമ്പോൾ പിതാവിന് തൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യവും അവൻ്റെ നന്മയും അറിയാം. അതുപോലെ നമ്മുടെ സ്വർഗീയ പിതാവിനും നമ്മുടെ ആവശ്യങ്ങൾ അറിയാം. യേശു പറഞ്ഞു, നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ അറിയുന്നു. മത്തായി സുവിശേഷം 6:8. അതുകൊണ്ട് പ്രാർത്ഥന ദൈവത്തെ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല, പിന്നെയോ പ്രാർത്ഥനയിലൂടെ നാം ദൈവത്തോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നാം സഭാപ്രസംഗി 5:2 പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമാകും, ആകയാൽ നിന്റെ വാക്കുകൾ ചുരുക്കമായിരിക്കട്ടെ. ഇത് നമ്മെ ഒരു പ്രധാന ആത്മീയ സത്യം പഠിപ്പിക്കുന്നു. ദൈവത്തോട് സംസാരിക്കുമ്പോൾ തിടുക്കപ്പെടരുത്. ദൈവം നമ്മുടെ വാക്കുകളുടെ എണ്ണത്തേക്കാൾ നമ്മുടെ ഹൃദയത്തിൻ്റെ മനോഭാവത്തെയാണ് നോക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന വെറും വേഗത്തിൽ ആവശ്യങ്ങളുടെ പട്ടിക പറയുന്നതാകരുത്. ദൈവസന്നിധിയിൽ ശാന്തമായിട്ട് ചിന്താപൂർവം വിശ്വാസത്തോടും ഭക്തിയോടും കൂടി സംസാരിക്കണം. ആദ്യം ദൈവത്തെ സ്തുതിക്കുകയും അവൻ്റെ മഹത്വം അംഗീകരിക്കുകയും അവൻ്റെ ഇഷ്ടം അന്വേഷിക്കുകയും ചെയ്ത ശേഷം നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാം. കാരണം പ്രാർത്ഥനയുടെ ശക്തി അധികം വാക്കുകളിലല്ല, ദൈവത്തോടുള്ള ആഴമുള്ള ബന്ധത്തിലും വിശ്വാസത്തിലും സമർപ്പണത്തിലുമാണ്. രണ്ടാമതായിട്ട്, എന്തിനാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? പലപ്പോഴും മനുഷ്യരുടെ പ്രാർത്ഥന പ്രധാനമായും ഭൗതിക ആവശ്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. എനിക്ക് ജോലി വേണം, എനിക്ക് പണം വേണം, എനിക്ക് വീട് വേണം, എനിക്ക് വിജയം വേണം, എൻ്റെ പ്രശ്നം മാറണം. ഇവയ്ക്കായി പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല. ഫിലിപ്പിയ ലേഖനം 4:6 പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിപ്പിക്കും. എന്നാൽ പ്രാർത്ഥനയുടെ ലക്ഷ്യം അതിൽ മാത്രം ഒതുങ്ങരുത്. നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം ദൈവത്തെ അറിയുക, ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുക, ആത്മീയമായി വളരുക, ദൈവീയ വെളിച്ചത്തിൽ നടക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട്, പ്രാർത്ഥന ആത്മാവിൻ്റെ പോഷണത്തിനായിരിക്കണം. നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമുള്ളതുപോലെ നമ്മുടെ ആത്മാവിനും ആത്മീയ പോഷണം ആവശ്യമാണ്. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. മത്തായി സുവിശേഷം 4:4 നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയാകണം, കർത്താവേ, എനിക്ക് എന്ത് വേണമെന്ന് മാത്രമല്ല, ഞാൻ എങ്ങനെയുള്ള മനുഷ്യനാകണമെന്നും എന്നെ പഠിപ്പിക്കണമേ.
എൻ്റെ ആഗ്രഹം നിറവേറ്റണമേ എന്നതിനേക്കാൾ എൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഇഷ്ടം നിറവേറണമേ എന്ന പ്രാർത്ഥനയാണ് ഉന്നതമായത്. യേശു തന്നെ ഗെത്സമനിയിൽ പ്രാർത്ഥിച്ചു, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ. ലൂക്കോസ് 22:42 നാം വായിക്കുന്നുണ്ട്. ഇതാണ് യഥാർത്ഥ പ്രാർത്ഥനയുടെ ഹൃദയം. നാലാമതായിട്ട് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചോദിച്ചാലും ലഭിക്കും എന്ന് വിശ്വസിപ്പീൻ. മർക്കോസ് 11:24. വിശ്വാസമില്ലാത്ത പ്രാർത്ഥന ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയത്തിൻ്റെ പ്രാർത്ഥനയല്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല എന്ന് എബ്രായലേഖനം 11:6 പറയുന്നു. വിശ്വാസം എന്നത് ഞാൻ ചോദിച്ചതെല്ലാം എൻ്റെ ഇഷ്ടപ്രകാരം തന്നെ സംഭവിക്കുമെന്നതല്ല. വിശ്വാസമെന്നത് ദൈവം നല്ലവനാണ്, അവൻ എന്നെക്കുറിച്ച് അറിയുന്നു, അവൻ ചെയ്യുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കും തൻ്റെ മഹത്വത്തിനും വേണ്ടിയെന്ന് എന്നുള്ള ഉറപ്പാണ്. അഞ്ചാമതായി, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. എത്ര വലിയ ആശ്വാസമാണിത്. നാം സംസാരിക്കുമ്പോൾ മനുഷ്യർ കേൾക്കാതെ ഇരിക്കാം, നമ്മുടെ വാക്കുകൾക്ക് വില കൊടുക്കാതിരിക്കാം, എന്നാൽ ദൈവം കേൾക്കുന്നു. 1 യോഹന്നാൻ 5:14 പറയുന്നു, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മെ കേൾക്കുന്നു. ഇവിടെ ഒരു പ്രധാന വാക്കുണ്ട്, അവൻ്റെ ഇഷ്ടപ്രകാരം. നമ്മുടെ പ്രാർത്ഥനയുടെ കേന്ദ്രം നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ കേന്ദ്രം നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ആറാമതായിട്ട്, എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവം ഉത്തരം നൽകുന്നു, പക്ഷേ എല്ലായ്പ്പോഴും നമ്മുടെ രീതിയിലല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഒരു പ്രത്യേക ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നത് ദൈവത്തിൽ നിന്ന്. ഇത് ഇപ്പോൾ തന്നെ സംഭവിക്കണം, ഞാൻ ചോദിച്ചതുപോലെ തന്നെ വേണം. എന്നാൽ ദൈവത്തിൻ്റെ ഉത്തരം ചിലപ്പോൾ അതെ, ചിലപ്പോൾ ഇല്ല, ചിലപ്പോൾ കാത്തിരിക്കൂ എന്നതാകാം. എന്നാൽ ദൈവത്തിൻ്റെ മൗനം പോലും ദൈവത്തിൻ്റെ അഭാവമല്ല എന്ന് ഓർക്കണം. നമ്മുടെ ഭൗതിക പിതാവിനോട് നാം ചോദിക്കുന്നതെല്ലാം ലഭിക്കാറുണ്ടോ? ഒരു കുഞ്ഞ് അപകടകരമായ ഒരു വസ്തു ചോദിച്ചാൽ നല്ല പിതാവ് അത് കൊടുക്കില്ല. കുഞ്ഞിന് അതിൻ്റെ കാരണം മനസ്സിലാകാതിരിക്കാം, പക്ഷേ പിതാവിനതറിയാം. അതുപോലെ നമ്മുടെ സ്വർഗീയ പിതാവിനും നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് നല്ലതെന്ന് അറിയാം. മത്തായി സുവിശേഷം 7:11 പറയുന്നത് ശ്രദ്ധിക്കുക, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. അതുകൊണ്ട് പ്രാർത്ഥനയുടെ മറുപടി നമ്മുടെ ആഗ്രഹം പോലെ ആയിരിക്കണമെന്നില്ല, പക്ഷെ ദൈവം തൻ്റെ ജ്ഞാനത്തിലും സമയത്തിലും നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമായത് നൽകുന്നു എന്നുള്ളതാണ് സത്യം. ഏഴാമതായിട്ട്, പ്രാർത്ഥന ദൈവത്തിൻ്റെ സമയത്തെ വിശ്വസിക്കലാണ്. നമുക്കിപ്പോൾ വേണം. ദൈവം ചിലപ്പോൾ പറയുന്നു കാത്തിരിക്കുക. സങ്കീർത്തനം 27:14 പറയുന്നു, യഹോവയെ കാത്തുകൊള്ളുക, ധൈര്യപ്പെടുക, നിൻ്റെ ഹൃദയം ഉറപ്പുള്ളതായിരിക്കട്ടെ. കാത്തിരിപ്പ് ദൈവം നമ്മെ മറന്നു എന്നതിൻ്റെ തെളിവല്ല. ചിലപ്പോൾ കാത്തിരിപ്പിലൂടെ ദൈവം നമ്മുടെ വിശ്വാസം വളർത്തുന്നു, നമ്മുടെ സ്വഭാവം മാറ്റുന്നു, നമ്മുടെ തെറ്റായ ആഗ്രഹങ്ങൾ തിരുത്തുന്നു, ശരിയായ സമയത്തിനായി നമ്മെ ഒരുക്കുന്നു, അവനിൽ കൂടുതൽ ആശ്രയിപ്പാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എട്ടാമതായ, പ്രാർത്ഥനയിൽ ദൈവിക ജ്ഞാനം ചോദിക്കണം. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പണത്തേക്കാൾ വലിയ ആവശ്യം ജ്ഞാനമാണ്. നിങ്ങൾ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, യാക്കോബ് 1:5 പറയുന്നു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവേ, എനിക്ക് ശരിയായ തീരുമാനം എടുക്കാനുള്ള ജ്ഞാനം തരണമേ. തെറ്റായ വഴിയും ശരിയായ വഴിയും തിരിച്ചറിയുവാനുള്ള വിവേകം തരണമേ. എൻ്റെ കണ്ണുകൾ തുറന്ന് നിൻ്റെ വഴിയിൽ നടക്കാൻ എന്നെ സഹായിക്കണം. ഇതാണ് ജീവിതത്തെ മാറ്റുന്ന പ്രാർത്ഥന. 9, ദൈവിക വെളിച്ചത്തിൽ നടക്കാൻ നാം പ്രാർത്ഥിക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. 119:105 നമ്മുടെ പ്രാർത്ഥന, കർത്താവെ, എൻ്റെ വഴിയിൽ വെളിച്ചം തരണമേ. ലോകത്തിൻ്റെ വെളിച്ചം എല്ലായ്പ്പോഴും ശരിയായ വഴി കാണിക്കണമെന്നില്ല, പക്ഷേ ദൈവവചനം നമ്മെ സത്യത്തിലേക്ക് നയിക്കുന്നു.
അതുകൊണ്ട് പ്രാർത്ഥനയും ദൈവവചനവും ഒരുമിച്ച് നടക്കണം. പ്രാർത്ഥനയില്ലാത്ത വചന പഠനം വരണ്ട അറിവായി മാറാം. പ്രാർത്ഥനയില്ലാത്ത വചന പഠനം വരണ്ട അറിവായി മാറാം. അത് മനസ്സിൽ നിൽക്കുകയില്ല. അത് ആത്മാർത്ഥതയോടല്ല, വായിച്ചു പോകും, പക്ഷേ ഒന്നും തിരിച്ചറിയുകയില്ല. വചനമില്ലാത്ത പ്രാർത്ഥന നമ്മുടെ സ്വന്തം വികാരങ്ങളെ മാത്രം പിന്തുടരാനുള്ള അപകടത്തിലേക്ക് നമ്മെ നയിക്കാം. വചനവും പ്രാർത്ഥനയും ചേർന്ന ജീവിതമാണ് ആരോഗ്യകരമായ ആത്മീയ ജീവിതം. ഓർക്കുക, വചനവും പ്രാർത്ഥനയും ചേർന്ന ജീവിതമാണ് ആരോഗ്യകരമായ ആത്മീയ ജീവിതം. 10ാമതായിട്ട് സ്നേഹത്തിൽ നടക്കാൻ പ്രാർത്ഥിക്കണം. നാം ദൈവത്തോട് ധാരാളം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതും പ്രധാനമാണ്. യേശു പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുവിൻ. യോഹന്നാൻ സുവിശേഷം 13:34. അതുകൊണ്ട് കർത്താവെ, എന്നെ അനുഗ്രഹിക്കണമേ എന്നതോടൊപ്പം കർത്താവെ, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ഒരാളാക്കണമേ എന്നും പ്രാർത്ഥിക്കണം. എന്നോട് ക്ഷമിക്കണമേ എന്നതോടൊപ്പം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ എന്നെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കണം. എന്നെ സ്നേഹിക്കണമേ എന്നതിനോടൊപ്പം ഞാൻ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്നോട് കരുണ കാട്ടണമേ എന്നതിനോടൊപ്പം എനിക്ക് മറ്റുള്ളവരോട് കരുണ തോന്നുവാൻ തക്ക ഹൃദയം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്തുകൊണ്ടെന്നാൽ തിരുവചനം പറയുന്നു, കരുണയുള്ളവൻ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. മത്തായി സുവിശേഷം 5:7. ഇതാണ് ക്രിസ്തുവിൻ്റെ മനസ്സുള്ള പ്രാർത്ഥന. 11ാമതായിട്ട് പ്രാർത്ഥന ദൈവിക സമാധാനം നൽകുന്നു. പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ദൈവം വാഗ്ദാനം ചെയ്തിട്ടില്ല. എന്നാൽ പ്രശ്നങ്ങളുടെ നടുവിൽ സമാധാനം നൽകാമെന്ന് അവൻ വാഗ്ദാനം ചെയ്യുന്നു. ഫിലിപ്പിയ ലേഖനം 4:6-7 വാക്യങ്ങളിൽ പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിപ്പിൻ. എന്നാൽ സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും. എത്ര മനോഹരമായ വാഗ്ദാനം! പ്രാർത്ഥന പ്രശ്നത്തെ മാത്രം മാറ്റണമെന്നില്ല, പ്രാർത്ഥന ആദ്യം നമ്മെ മാറ്റുന്നു. പ്രാർത്ഥന പ്രശ്നങ്ങളെ മാറ്റണമെന്നില്ല, പക്ഷേ പ്രാർത്ഥന ആദ്യം നമ്മെ മാറ്റുന്നു. പ്രശ്നം അതേപടി നിൽക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സമാധാനം വരാം. കാരണം എൻ്റെ പ്രശ്നം എൻ്റെ കയ്യിലല്ല, അത് ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നുള്ള ഉത്തമ ബോധ്യം. കാരണം എൻ്റെ പ്രശ്നം എൻ്റെ കയ്യിലല്ല, അത് ദൈവത്തിൻ്റെ കയ്യിലാണെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടാകും. 12ാമതായിട്ട് പ്രാർത്ഥന കൃപ അനുഭവിക്കാൻ നമ്മെ സഹായിക്കും. എബ്രായലേഖനം 4:16 പറയുന്നു, ആകയാൽ നമ്മുടെ കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനായി കൃപ ലഭിപ്പാനും ധൈര്യത്തോടെ കൃപാസനത്തിങ്കൽ ചെല്ലുക. നമുക്ക് ബലഹീനതയുണ്ടാകാം, പരാജയങ്ങളുണ്ടാകാം, ഭയങ്ങളുണ്ടാകാം, ആശയക്കുഴപ്പമുണ്ടാകാം. എന്നാൽ പ്രാർത്ഥനയിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവിടെ കരുണയും കൃപയും സഹായവും നമ്മൾക്ക് പ്രാപിക്കാൻ സാധിക്കും. പ്രാർത്ഥനയിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവിടെ കരുണയും കൃപയും സഹായവും പ്രാപിക്കുവാൻ സാധിക്കും. 13ാമതായിട്ട് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഫലം ദൈവത്തോട് അടുത്തു വരിക എന്നുള്ളതാണ്. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്ന വസ്തുവകകളല്ല. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്ന വസ്തുവകകളോടല്ല, ഭൗതിക നന്മകളോടല്ല, നമുക്ക് ലഭിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. ഒരു വ്യക്തി ദൈവത്തെ തേടുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ മുൻഗണന മാറുന്നു. അവൻ ചോദിക്കുന്നു, ദൈവമേ, എനിക്ക് എന്ത് കിട്ടും എന്നതിൽ നിന്ന് അവൻ പറയാൻ പഠിക്കും, ദൈവമേ, നിനക്ക് എന്നിൽ നിന്ന് എന്താണ് വേണ്ടത്? ദൈവമേ, അങ്ങയുടെ ആഗ്രഹങ്ങൾ എന്നിൽ പൂർണ്ണമാക്കണമേ എന്നതാകണം നമ്മുടെ പ്രാർത്ഥന എന്നതിലേക്ക് അവൻ്റെ ജീവിതം മാറും. അവൻ്റെ ഒരു മാറ്റം ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളുടെയും ഇച്ഛകളുടെയും പൂർത്തീകരണം എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണമേ എന്നുള്ള ആ ജീവിത ചിന്താഗതിയിലേക്ക് പ്രാർത്ഥന അവനെ നയിക്കും. ഇതാണ് പ്രാർത്ഥനയുടെ യഥാർത്ഥ വളർച്ച. പ്രിയരെ, നാം പ്രാർത്ഥിക്കണം, എന്നാൽ ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കണം. ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നാം അറിയണം. സ്വർഗീയ പിതാവിനോട്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നാം അറിയണം. ദൈവത്തെ അറിയാനും അവൻ്റെ ഇഷ്ടം മനസ്സിലാക്കാനും ആത്മീയമായി സ്വയം വളരാൻ വിശ്വാസത്തോടെ കൂടെ നാം പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടെന്നാൽ ദൈവം നമ്മളെ കേൾക്കുന്നു.
ക്ഷമയോടെ പ്രാർത്ഥിക്കണം. ദൈവത്തിന് അവൻ്റെ സമയമുണ്ട് എന്ന് ഓർക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങി പ്രാർത്ഥിക്കണം. നമ്മുടെ ഇഷ്ടത്തെക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടം നല്ലത് എന്ന് നാം തിരിച്ചറിയണം. ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കണം, വെളിച്ചത്തിനായി പ്രാർത്ഥിക്കണം, സ്നേഹത്തിനായി പ്രാർത്ഥിക്കണം, സമാധാനത്തിനായി പ്രാർത്ഥിക്കണം, കൃപയ്ക്കായി പ്രാർത്ഥിക്കണം. അവസാനം നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയാകണം: കർത്താവേ, എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടപ്രകാരമല്ല, അങ്ങയുടെ ഇഷ്ടപ്രകാരമായിരിക്കട്ടെ. എനിക്ക് വേണ്ടതെല്ലാം തരണമേ എന്നതിനേക്കാൾ എനിക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ജ്ഞാനം തരണമേ. എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റണമേ എന്നതിനേക്കാൾ പ്രശ്നങ്ങളുടെ നടുവിലും നിന്നിൽ വിശ്വസിക്കാൻ എന്നെ പഠിപ്പിക്കണം. എനിക്ക് അനുഗ്രഹം തരണമേ എന്നതിനേക്കാൾ ഞാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന വെറും ആവശ്യങ്ങളുടെ പട്ടികയായിരിക്കുകയില്ല. അത് ദൈവത്തോടുള്ള ബന്ധമായി, ആഴമേറിയ ബന്ധമായി മാറും. അതിനാൽ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഗലാത്യലേഖനം 4:2, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ 1 തിമോഥെയോസ് 4:5 പറയുന്നു, ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായതിനാൽ നന്ദി. ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിന് പകരം ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് നൽകുന്ന ജ്ഞാനിയായ പിതാവിനായി നന്ദി. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനയെ വെറും ഭൗതിക ആവശ്യങ്ങളിൽ ഒതുങ്ങുവാൻ ഇടവരരുത്. അങ്ങയെ കൂടുതൽ അറിവാനും അങ്ങയുടെ വചനം മനസ്സിലാക്കുവാനും അങ്ങയുടെ ഇഷ്ടത്തിൽ നടക്കുവാനും അടിയങ്ങളെ സഹായിക്കണമേ. അടിയങ്ങൾക്ക് ദൈവിക ജ്ഞാനം തരണമേ. ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള വിവേകം തരണമേ. അങ്ങയുടെ വെളിച്ചത്തിൽ നടക്കാൻ സഹായിക്കണമേ. മറ്റുള്ളവരെ സ്നേഹിക്കാനും ക്ഷമിക്കാനും സഹായിക്കണം. പ്രശ്നങ്ങളുടെ നടുവിലും അങ്ങയുടെ സമാധാനം അനുഭവിപ്പാൻ ഞങ്ങൾക്കിടയാക്കി തീർക്കണമേ. ഞങ്ങളുടെ സമയത്തല്ല, അങ്ങയുടെ സമയത്തിൽ വിശ്വസിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ഞങ്ങളുടെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റട്ടെ. ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ. ആമേൻ. ദൈവീയ ജ്ഞാനം നമ്മൾ പ്രാപിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. അത് നാം എപ്പോഴും ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനയിൽ ഉറ്റി ജീവിപ്പാൻ തക്കവണ്ണം ശ്രമിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.